ഇന്നത്തെ നിങ്ങളുടെ പേഴ്സൻ്റെ മെസ്സേജസ് എന്താണെന്ന് നമുക്ക് ടാരോ വഴി തന്നെ നോക്കാം. ഓക്കെ, കാർഡ്സ് ഷഫിൾഡാണ്, ഇടയിൽനിന്നാണ് എടുക്കുക കേട്ടോ. റീയൂണിയൻ, അവർക്ക് നിങ്ങളുമായിട്ടൊരു റീയൂണിയൻ വേണം എന്നവർ ആഗ്രഹിക്കുന്നുണ്ട്. ഉടനെ തന്നെ മേ ബി 2 ദിവസം അല്ലെങ്കിൽ 2 ആഴ്ചക്കകം നിങ്ങൾക്കൊരു റീയൂണിയൻ വരുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളെ ഓൺലൈൻ സ്റ്റോക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ വെയർഅബൌട്ട്സ് എല്ലാം, അപ്ഡേറ്റ്സ് എല്ലാം ഇവർ ചെക്ക് ചെയ്യുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങളുടെ ഫോട്ടോ ഒക്കെ അവരുടെ കയ്യിലുണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് നോക്കുന്നുണ്ടായിരിക്കും. നിങ്ങൾ ഇവർക്ക് അയച്ചിട്ടുള്ള മെസ്സേജസ് എല്ലാം ഇവർ നോക്കുന്നുണ്ട് എന്ന് നിങ്ങളുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നു. അതായത് നിങ്ങളുടെ കാര്യങ്ങളെല്ലാം ഇവർ അപ് ടു ഡേറ്റ് ഫോളോ ചെയ്യുന്നുണ്ട്. നിങ്ങളുമായിട്ട് റീയൂണിയൻ അവർക്ക് വേണം എന്ന് തന്നെയാണ് അവരുടെ മെസ്സേജ് കേട്ടോ. നിങ്ങളുമായിട്ടൊരു ന്യൂ ബിഗിനിങ് വേണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നു. അവർ ഒരു എക്സിസ്റ്റിംഗ് സിറ്റുവേഷൻ എൻഡ് ചെയ്തിട്ട് പുതിയൊരു ബിഗിനിങ്ങിലേക്ക് നിങ്ങളുടെ അടുത്തേക്ക് വരണം എന്നാണ് അവർ നിങ്ങളോട് പറയുന്നത്. നിങ്ങൾ അവരുടെ ലൈഫിലുള്ള പോസിറ്റിവിറ്റിയാണ്, നിങ്ങൾ അവരുടെ ലൈഫിലുള്ള വെളിച്ചമാണ്, നിങ്ങളാണ് അവരുടെ അച്ചീവ്മെൻറ്റ് എന്നവർ നിങ്ങളുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നു. ദേ വോണ്ട് ടു സേ ഐ ലവ് യു. ഏസ് ഓഫ് കപ്സ് ആണ്. അവർ നിങ്ങളുടെ അടുത്ത് ഐ ലവ് യു എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. ചിലരെങ്കിലും ഒരു കൺഫ്യൂസ്ഡ് സിറ്റുവേഷനിലേക്ക് ഇരിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങളൊന്ന് വഴക്കിട്ട് കാണും. സ്നേഹമുള്ള വഴക്കുണ്ടല്ലോ, അതായിരിക്കാനും സാധ്യതയുണ്ട്. വേറെ നമുക്ക് നോക്കാം. ദേഷ്യമുണ്ട്, പിണങ്ങിയിരിക്കുകയാണ് എന്നൊക്കെ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളെ പ്രതി സ്നേഹം മാത്രമല്ല, ഇവർക്ക് റെസ്പെക്റ്റും ഉണ്ട് എന്നിവർ പറയാൻ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ അടുത്ത്. നിങ്ങളുടെ സ്വഭാവം അവർക്ക്, നിങ്ങളുടെ ക്യാരക്ടർ, നിങ്ങളുടെ കറേജ്, നിങ്ങളുടെ ധൈര്യം, നിങ്ങളുടെ സെൽഫ് കോൺഫിഡൻസ് ഒക്കെ ഇവർക്ക് വളരെയധികം ഇഷ്ടമാണ്. നിങ്ങളുടെ ഇമോഷണൽ സൈഡും ഇവർക്ക് ഇഷ്ടമാണ് എന്നിവർ പറയാൻ ആഗ്രഹിക്കുന്നു. കാര്യങ്ങൾ എന്തൊക്കെ തന്നെ ആയാലും, എന്ത് വഴക്കായാലും എന്തായാലും കാര്യങ്ങൾ ക്ഷമയോടെ ഡീൽ ചെയ്ത് നമ്മൾ മുന്നോട്ട് തന്നെ പോകും എന്നും ഇവർ പറയാൻ ആഗ്രഹിക്കുന്നു. ചിലരെങ്കിലും ഒരു റെസ്ട്രിക്റ്റഡ് മോഡിൽ തനിയെ ഇരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. പ്ലീസ് ക്ലാരിഫൈ ദിസ് കാർഡ്. ഒരു പുതിയ തുടക്കം അവർ ആഗ്രഹിക്കുന്നുണ്ട്. അവിടെ ഒരു റെസ്ട്രിക്ഷൻ അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ തരണം ചെയ്ത് അവർ നിങ്ങളുമായിട്ടൊരു ന്യൂ ബിഗിനിങ്ങിന് വേണം ഉറപ്പായിട്ടും എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതാണ് അവർ പറയാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. നിങ്ങളുമായിട്ടൊരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്കിൽ എത്തണം എന്നിവർ വളരെ കാര്യമായി തന്നെ ആഗ്രഹിക്കുന്നു. ഒരു കാർഡ് കൂടെ എടുക്കാം. സ്റ്റാർ കാർഡാണ്. നിങ്ങൾ അവരുടെ ലൈഫിലെ വിഷ് ഫുൾഫിൽമെൻ്റ് ആണ് എന്നിവർ ഉറച്ചു വിശ്വസിക്കുന്നു എന്ന്